അപ്പോൾ അച്ഛന്റെ കുറെ കാലത്തെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ഒരു പെണ്ണിനെ സെറ്റാക്കിയിരിക്കുന്നു, ലയനായിരിക്കുന്നു. എനിക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അത് പെണ്ണ് റിവീൽ ചെയ്യാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്ത് പറയുന്നു മോന്റെ ഇത്രയും നല്ല പ്രവൃത്തിയെ പറ്റി? എനിക്ക് ഒരു അഭിപ്രായമില്ല. അവരുടെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിളിച്ചോണ്ട് പോരും. എന്നിട്ട് നീ ജോലിക്ക് പോകണം. എനിക്ക് കുറച്ച് ദിവസം കൂടെ ജോലിക്ക് പോച്ചാ. എനിക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഇവനെ വിടാം. ഇപ്പൊ കൂലിപ്പണി മടുപ്പായി തോന്നി തുടങ്ങി. ജോലിക്ക് പോച്ചാ. ശരി, MBA സർട്ടിഫിക്കറ്റ് ഇല്ലേ നമുക്ക്? നൈസായിട്ട് MBA ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കാം. അത് കാര്യമില്ല. പിന്നെ പിള്ളേരിപ്പോ 10ാം ക്ലാസ് പഠിച്ചാൽ MBA-ക്കാളും വലിയ ബുദ്ധിയാണ്. അത് ഓർമ്മിച്ച് വിളിച്ചോണ്ട് ഒരു 2 വർഷം കൂടെ ജോലിക്ക് പോകൂ. ഞാൻ 5 വർഷം. പെൺകുട്ടിയെ ഞാൻ റിവീൽ ചെയ്ത് കാണിച്ചു തരട്ടെ. ഓക്കെ. പെൺകുട്ടിയെ ഇഷ്ടപ്പെടുമോ? ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, നീ ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. കാണി ഫോൺ സ്വിച്ച് ഓഫ് ആണോ? ഓക്കെ. പെണ്ണിനെ കാണിക്കണത് ഫോൺ സ്വിച്ച് ഓഫ് ആയല്ല. നിന്റെ പെണ്ണിനെയാണ് അവൻ കാണിച്ചു തന്നത്. ചുമ്മാ പിന്നെ ജോലിക്ക് വിടാന്ന് പറഞ്ഞത്. ചുമ്മാ അച്ഛന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണ്. അപ്പൊ ഉടനെ ഞാനൊരു പെൺകുട്ടിയെ സെറ്റാക്കിയാലും എന്റെ അച്ഛൻ ഹാപ്പി ആയിട്ടിരിക്കുമെന്ന്. കൊച്ചിനെ നോക്കി കൊച്ചുങ്ങൾക്ക് കൊണ്ടുവരണം എന്തെന്ന് വീട്ടിൽ ഇരിക്കാട്ടോ. ഒരു പയ്യൻ നിനക്കല്ലടാ പെണ്ണ് നോക്കുമ്പോ ഇങ്ങനെ നാണിക്കണ്ട. ഇവന് പക്ഷെ എന്റെ കല്യാണത്തിന് മുമ്പ് ഇവൻ കല്യാണം കഴിക്കുന്ന തോന്നുന്നു. നീ അല്ല, ഇവനിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമുക്ക് ഇവന്റെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തല്ല ചാത്തി. അതൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ട് ആര് കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ. ഞാൻ ഇപ്പോഴേ റെഡിയാണ്. ഒരു പെണ്ണും കൂടെ കിട്ടിയ നിന്റെ അമ്മയുടെ അടുത്ത് നീ അവർ ഫിറ്റടിച്ചു. ഞാൻ പറഞ്ഞു എന്നെ കളിയാക്കിയവരെല്ലാം ഇപ്പൊ ദുഃഖിച്ച് കണ്ടൊക്കെയാണ്. ഞാൻ കൂടിയൊക്കെ എനിക്കിപ്പോ കല്യാണാലോചനകൾ വന്നോണ്ടിരിക്കുകയാണത്. മോന്റെ കല്യാണാലോചന നോക്ക്. എന്നിട്ട് പക്ഷേ അത് കോമഡി ആയിട്ട് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല വാവേ. കാര്യമായിട്ട് നിന്റെ അമ്മ കരടിക്കൊണ്ട് ഇത് ഞാൻ പ്രാങ്ക് ചെയ്തതുപോലെ അമ്മ നൈസ്, അച്ഛൻ നൈസായിട്ട് അമ്മയെ പ്രാങ്ക് ചെയ്തത്. എന്ത് പറയും? അപ്പൊ ഇടി കിട്ടുമെന്ന് ഉറപ്പായല്ല. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ഗ്യാസിന് മുഴക്കുന്നൊന്നും പോവില്ല, ഞാൻ ഗ്യാസിന് ഞാൻ പ്രാങ്കാക്കി നോക്കിയത്. അച്ഛന് എന്ത് ഒരു പയ്യന് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ വഴക്ക് പറയണം. എന്റെ മക്കള് നടക്കട്ടെന്നേ. കണ്ടാ എവിടെ കിട്ടടാ? എവിടെ കിട്ടും? നിന്റെ അച്ഛൻ ഇങ്ങനെ പറയുവാ? പറയൂ. ഇവന് അച്ഛാ നില്ലേ വേറൊരു ഗേൾ ഫ്രണ്ട് റിവീൽ ഉണ്ട് ഇപ്പൊ. ഇവന് 5 വർഷമായിട്ട് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്. നീ 1ാം ക്ലാസ്? നീ എത്രാം ക്ലാസ്സിൽ തുടങ്ങി? ജനിച്ചിട്ട് 5 വർഷം ആയില്ല. നടക്കാൻ തുടങ്ങിയപ്പോ തൊട്ടാടാ. ചേട്ടന്മാരെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ നിനക്ക് വല്ല ഉള്ളു കേട്ടാ. മക്കളെ അച്ഛൻ പോണേ. അപ്പം വഴക്കൊന്നും പറയാനില്ലേ? നോ പ്രോബ്ലം. ഞാൻ ഇവിടെ ഇല്ലല്ലോ. ഓൺലി ടൂർ ജോലി ഇല്ല അച്ഛാ, ശരിയാവില്ല. അവരെ വീട്ടുകാരെ നമ്മളെ എതിർക്കും. നമുക്ക് ഇപ്പൊ ഈ വിളിച്ചിറങ്ങിക്കൊണ്ട് പോരാടാ. അത് കഥയിലില്ല, അത് സ്ക്രിപ്റ്റിലില്ല, അതവൻ കൈന്നിട്ടത്. എന്തിനാ നാളെ പോവാന്ന് ചോദിച്ചാൽ നാളെ നീ വിളിച്ചോണ്ടെന്നാ മറ്റന്നാ അവന് വിളിച്ചോണ്ട് എനിക്ക് വിളിച്ചോണ്ട് വരാനല്ല, അവന് വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞ. അച്ഛാ നിനക്ക് എന്താണ് പറയാനുള്ളത്? രണ്ടുപേരെ കല്യാണം ഒരു ദിവസം അത് നടക്കുമെന്ന് തോന്നല്ല. എനിക്ക് പെണ്ണ് കിട്ടണ്ടി ആദ്യം, എന്നിട്ടല്ലേ നിനക്ക്. നിന്റെ അല്ല അച്ഛന്റെ എന്റെ കല്യാണം. നിനക്ക് പെണ്ണ് കിട്ടൂടെ? നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടാ? ഞാൻ വല്ല 4 വിട്ട് പോവാണച്ചാ. എന്തിനെ? ഞാൻ നാട്ടിട്ട് പോകും. ഈ വീട്ടില് ഗേൾ ഫ്രണ്ട് ഇല്ലാത്ത ഒരാളെ ഉള്ളൂ ഞാൻ വിചാരിച്ച അച്ഛൻ 2 വഴക്കെങ്കിലും പറയുമെന്ന്, അങ്ങനെയെങ്കിലും ആശ്വസിക്കാന്ന്. ഇതിപ്പോ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടം തന്നെ പെണ്ണും കിട്ടാനുള്ള. അല്ലെങ്കിൽ
ഈ വീഡിയോ 100K അടിച്ച അച്ഛൻ എന്തോന്നാണ് പറ, അത് ഞാൻ വാങ്ങിച്ചു തരും. ഇഷ്ടമുള്ള കാര്യം പറ. 100K അടിച്ചാ അത് വേറെ, അച്ഛൻ എന്തോന്ന് വേണമെന്ന് പറ. എനിക്കൊരു വാവക്കുട്ടിയെ വേണം, ജോലിക്ക് പോകാൻ വയ്യ, നോക്കി വീട്ടിൽ ഇരിക്കാൻ. ഈ വാവയല്ല ഇല്ല, അച്ഛന്റെ ആഗ്രഹം നമ്മൾ നിറവേറ്റി കൊടുക്കുന്നത്. ഇല്ല ഇല്ല, ജീവനോടുള്ളപ്പോ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവനോടുള്ളപ്പോ ഞാൻ സമ്മതിക്കില്ല. ആദ്യം ചേട്ടന്റെ കല്യാണം, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവൻ കല്യാണം കഴിച്ചാൽ മതി. അല്ലാതെ അത് കഴിഞ്ഞ നിന്റെ കല്യാണം. ശരി, ഗുഡ് നൈറ്റ്. നീ എന്തിനു പറഞ്ഞ നീ സിംഗിളാ? സിംഗിൾ അല്ല, അങ്കിൾ. സിംഗിൾ അല്ല, മൈക്കോടെ. ഓക്കെ, ബൈ ഗായ്സ്. പ്രാങ്ക് അല്ല, ചുമ്മാ ചോദിച്ചു നോക്കിയത്. അപ്പൊ അച്ഛൻ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ബൈ ബൈ ഗായ്സ്. ബൈ പറ. ബൈ ബൈ ടാറ്റ.